ശാസ്ത്രം, അറിവ്, പുരോഗതി എന്നതിനെതിരിൽ മതം, അന്ധവിശ്വാസം, പിന്നോക്കാവസ്ഥ എന്നൊരു ദ്വന്ദ്വയുക്തി പറയാറുണ്ട്. ഇതനുസരിച്ച് മതത്തിന് എതിർധ്രുവത്തിൽ നിൽക്കുന്ന, മതത്തോട് നിരന്തരം പോരടിക്കുന്ന, പുരോഗതി ആർജിക്കുന്നതോടെ മതത്തിനെ പകരം വയ്ക്കുന്ന ഒന്നാണ് ശാസ്ത്രം. ചരിത്രത്തിലുടനീളം വിജ്ഞാനത്തിന്റെ പക്ഷത്ത് നിന്ന് മതത്തിന്റെ പ്രതിലോമതകളെ പ്രതിരോധിച്ചു തോൽപ്പിക്കാൻ പരിശ്രമിച്ച ശാസ്ത്രത്തിന്റെ വീരസാഹസികതയെ അത് ഭാവന ചെയ്യുക കൂടി ചെയ്യുന്നു. വിക്ടോറിയൻ ആജ്ഞേയവാദിയായിരുന്ന തോമസ് ഹക്സ്ലി ഡാർവിന്റെ പുസ്തകത്തിന് എഴുതിയ ആമുഖത്തിൽ ഈയൊരു ആശയം സ്പഷ്ടമായ ബിംബകൽപ്പനകളോടെ വിവരിക്കുന്നുണ്ട്. എല്ലാ ശാസ്ത്രത്തിന്റെയും കളിത്തൊട്ടിലുകൾക്ക് സമീപം ഹെർക്കുലീസിനടുത്ത് ഞെരിഞ്ഞമർന്ന് ചിതറിക്കിടക്കുന്ന പാമ്പുകളെ പോലെ നശിപ്പിക്കപ്പെട്ട ദൈവശാസ്ത്രജ്ഞരെ കാണാം, ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നൊക്കെ ശാസ്ത്രവും മതയാഥാസ്ഥികതയും മുഖാമുഖം നിന്നുവോ, അന്നൊക്കെ മതവിഭാഗം നശിക്കാതെ അവശേഷിച്ചാൽ കൂടി ജീവച്ഛവമായി രക്തമൊലിപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങാറാണ് പതിവ്. മതവും ശാസ്ത്രവും അങ്ങനെ കാലങ്ങളായി നിരന്തരമായ സംഘർഷത്തിലാണോ? ചരിത്രപരമായ സൂക്ഷ്മ പരിശോധനയിൽ നിലനിൽക്കുന്നതല്ല ഈ ആശയം. ഇത്തരത്തിലുള്ള ഒരു ഡോഗ്മാറ്റിക് സമീപനത്തെ അനലൈസ് ചെയ്യുമ്പോൾ മതം, ശാസ്ത്രം എന്നിങ്ങനെയുള്ള സംവർഗങ്ങൾക്ക് തന്നെ എത്ര കാലപ്പഴക്കമുണ്ട് എന്നാണ് നാം ആദ്യം ചിന്തിക്കേണ്ട യാഥാർത്ഥ്യം. ജ്ഞാനഭൂപടത്തിൽ അവ ചരിത്രാതീത കാലം മുതലേ കൃത്യമായ അതിരുകളോടെ നിലനിന്നിരുന്ന സ്വാഭാവികമായ രണ്ട് വർഗീകരണ മാതൃകകളാണോ? അടിസ്ഥാനത്തിൽ വേറിട്ട, പ്രകൃതിയാ തന്നെ വിഭിന്നമായ രണ്ട് സത്താരൂപങ്ങൾ എന്ന നിലയിൽ വ്യതിരിക്തത പുലർത്തുന്ന രണ്ട് അസ്തിത്വങ്ങളാണോ മതവും ശാസ്ത്രവും? ആ ഒരു കാഴ്ചപ്പാട് അർത്ഥശൂന്യമാണ്. കാരണം അത് മതവും ശാസ്ത്രവും തമ്മിലുള്ള അതിരുകളുടെ രൂപീകരണം ചരിത്രപരമായ ഒരു യാദൃശ്ചികത ആയിരുന്നു എന്ന വസ്തുതയെ നിരസിക്കുന്നു, ശരിയായ തിരിച്ചറിവുകളെ തടയുന്നു. സാംസ്കാരിക വൈജ്ഞാനിക ഭൂപടത്തെ മതം എന്നും ശാസ്ത്രം എന്നും കൃത്യമായി വേർതിരിക്കാൻ കഴിയുന്നതൊന്നും ചരിത്രം കാണിച്ചു തരുന്നില്ല. ചരിത്രത്തിൽ നാച്ചുറൽ ഫിലോസഫി, മെറ്റാഫിസിക്സ്, ഗണിതം എന്നിങ്ങനെയുള്ള വിജ്ഞാനീയങ്ങളുടെ വിഷയങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പലവിധമായ ആശയപ്രവർത്തനങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക. അവിടെ ഇന്ന് നാം മതം എന്നോ ശാസ്ത്രം എന്നോ വിളിക്കുന്ന പലതും കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. 19-ാം നൂറ്റാണ്ട് മുതലാണ് ഏതെങ്കിലും കൃത്യമായ വേർതിരിവുകൾ രൂപപ്പെടുന്നത്. പടിഞ്ഞാറ് നാച്ചുറൽ ഫിലോസഫിക്ക് സംഭവിച്ച സവിശേഷമായ രൂപപരിണാമങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇത്തരം അതിരുകളെ സത്താപരം എന്ന് ഭാവന ചെയ്തുകൊണ്ട് മതവും ശാസ്ത്രവും തമ്മിൽ എന്ന രീതിയിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ തമസ്കരിക്കപ്പെടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആരാണ് ഈ അതിരുകൾ വരച്ചത്? ഏത് ജ്ഞാനാധികാരമാണ് അവയെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നത്? മതം, ശാസ്ത്രം തുടങ്ങിയ ആധുനിക സങ്കല്പങ്ങളെ അനുയോജ്യമല്ലാത്ത വിധം ഭൂതകാലത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള ശ്രമങ്ങളുടെ പൊള്ളത്തരങ്ങളെ പീറ്റർ ഹാരിസൺ ജ്ഞാനഭൂപടങ്ങളെ രാഷ്ട്രീയ ഭൂപടങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഉദാഹരണം വഴി വ്യക്തമാക്കുന്നുണ്ട്. നാം പറയാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിന് അത് കുറെ കൂടി വ്യക്തത കൊണ്ടുവരും. അദ്ദേഹം പറയുന്നത് ഇതാണ്: 1600-കളിൽ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭ്യമായി എന്ന് ഒരു ചരിത്രകാരൻ വാദിച്ചാൽ എത്ര വലിയ അവജ്ഞയോടെയാവും തള്ളപ്പെടുക എന്ന് ചിന്തിക്കുക. കാരണം വളരെ വ്യക്തമാണ്. ഈജിപ്ത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് നാം ഇന്ന് പറയുന്ന ദേശരാഷ്ട്രങ്ങൾ അന്ന് നിലനിന്നിരുന്നില്ല. അത്തരം ദേശീയ അതിരുകൾ സമകാലികമായി മാത്രം രൂപപ്പെട്ടതാണ് എന്നത് മാത്രം മതി ഈ വാദഗതിയുടെ ഉപരിപ്ലവത വെളിപ്പെടുത്താൻ. ആ ചരിത്രകാരൻ ഇനി എന്തെല്ലാം തെളിവുകൾ മുന്നോട്ട് വെക്കട്ടെ. അതായത് ജെറൂസലേമും അലക്സാണ്ട്രിയയും അന്നും നിലനിന്നിരുന്നു. ഇന്ന് ഭൂപടത്തിലുള്ള അതേ മലകളും പുഴകളും മരുഭൂമികളും കടൽ തീരങ്ങളും അതേപോലെ അന്നും നിലനിന്നിരുന്നു. ആ ഭൂപ്രകൃതിക്ക് ഉള്ളിൽ വെച്ച് തന്നെയാണ് മേൽ സൂചിപ്പിക്കപ്പെട്ട യുദ്ധം നടന്നത് എന്നതിൻ്റെ തെളിവ്. ഈ വസ്തുനിഷ്ഠമായ വിവരങ്ങളൊന്നും തന്നെ ആ ചരിത്രകാരനെ തള്ളാതിരിക്കാനുള്ള ന്യായം നൽകുന്നില്ല. കാരണം എന്താണ്? നമുക്കറിയാവുന്നതുപോലെ 1600-കളിൽ ഈജിപ്ത് എന്നോ ഇസ്രായേൽ എന്നോ ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂഭാഗങ്ങളെല്ലാം തന്നെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധത്തെക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലും ആ സാമ്രാജ്യത്തിന്റെ ആഭ്യന്തരമായ ചരിത്ര വിശകലനത്തിനാണ് ഉപയുക്തമാവുക. ആധുനികമായ ഭൂപടങ്ങളെ പുരാതനമായ ഭൂഭാഗങ്ങളിലേക്ക് തെറ്റായ വിധം ചേർത്ത് വയ്ക്കുക വഴി മാത്രമാണ് ഒരാൾക്ക് 1600-കളിലെ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക. മതം, ശാസ്ത്രം തുടങ്ങിയ തികച്ചും ആധുനികമായ സംവർഗങ്ങൾ ഉപയോഗപ്പെടുത്തി ഭൂതകാലത്തിലെ ജ്ഞാനരൂപങ്ങളെ വാഴിക്കാനുള്ള ശ്രമങ്ങളിലും
സമാനമായ പ്രശ്നങ്ങളാണ് ഉള്ളത്. പ്രകൃതി പ്രതിഭാസങ്ങളെ വ്യവസ്ഥാപിതമായി മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ BC 6-ാം നൂറ്റാണ്ട് മുതൽ വ്യത്യസ്തമായ വിഷയാവലികളിൽ നടന്നു വരുന്നുണ്ട്. അവയെല്ലാം പക്ഷേ ആധുനിക ശാസ്ത്രത്തിന്റെ കീഴിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളോട് നേർക്ക് നേർ നോക്കിയാൽ വിദൂര സാദൃശ്യം മാത്രമാണ് പുലർത്തുന്നത്. അതുപോലെ അതിഭൗതികമായ ശക്തികളിൽ ഉള്ള വിശ്വാസവും ആരാധനാ രീതികളും പവിത്രമായ ആചാരങ്ങളും മനുഷ്യചരിത്രത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ സമീപകാലത്ത് മാത്രമാണ് ഇവയെല്ലാം ഒരു സവിശേഷമായ രീതിയിൽ മതമെന്ന സംവർഗത്തിന്റെ അതിരുകൾക്ക് ഉള്ളിലേക്ക് മതേതരമായ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വേറിട്ടത് എന്ന അർത്ഥത്തിൽ എടുത്ത് ചേർക്കപ്പെടുന്നത്. മുമ്പ് സൂചിപ്പിച്ച ഉദാഹരണമെടുത്താൽ ജ്ഞാനഭൂപടത്തിൽ ഈ ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ മതത്തിനും ശാസ്ത്രത്തിനും അതിന്റെ രൂപീകരണത്തിനും മുമ്പ് തന്നെ നിലനിന്നിരുന്നു. ആ ഭൂപ്രദേശങ്ങളെ അല്ലെങ്കിൽ വിഷയാവലികളെ പ്രത്യേകമായ വിധത്തിൽ അധീനപ്പെടുത്തി നിയന്ത്രിക്കുന്ന ആധുനിക സംവർഗങ്ങളാണവ. ഈ വിധത്തിൽ മതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും രൂപീകരണത്തിന്റെ ചരിത്രം തന്നെയാണ് അവയുടെ വർത്തമാനകാല ബന്ധത്തെ നിർണയിച്ചിരിക്കുന്നത്. ആ രൂപീകരണം സ്വാഭാവികം എന്നതിനപ്പുറം ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണം പോലെ ചരിത്രപരമായ യാദൃശ്ചികതകളുടെയും അധികാര ക്രമീകരണങ്ങളുടെയും സൃഷ്ടിയാണ്. ഒരിക്കലും നിഷ്പക്ഷമായ കേവലം മാതൃകകളല്ല ഈ മതവും ശാസ്ത്രവും. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ നിലനിൽക്കുന്നതായി നാം സങ്കല്പിക്കുന്ന സംഘർഷവും അങ്ങനെ തന്നെ.